ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ചെടിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കുമായിരുന്നേ. വേറൊന്നുമല്ല, നമുക്കറിയാലോ നമ്മളിന്ന് പുറത്തോട്ട് ഇറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരുമാതിരി കരിഞ്ഞ അവസ്ഥയിലാണ് തിരിച്ചു വരുന്നത്. അതുപോലത്തെ വെയിലാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, രാവിലെ തൊട്ട് രാത്രി വരെ ഒരു മടിയില്ലാതെ ട്രാഫിക് പോലീസ് നിൽക്കുന്ന പോലെ ഈ ചെടികളൊക്കെ പാവങ്ങൾ നിൽക്കുന്നത്. അപ്പോഴൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അതിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ അതിനും ജീവനുള്ള ചെടികളല്ലേ, അതിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇനി ഞാനതിനെ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇതിനെയൊക്കെ ICUയിൽ കയറ്റി വെൻറ്റിലേറ്റർ ഇടേണ്ട അവസ്ഥയാവും. അപ്പോൾ അതിന് മുന്നേ ഇതിനെയൊക്കെ ഒന്ന് രക്ഷിച്ചെടുത്തേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പതിവില്ലാതെ എഴുന്നേറ്റു. അതിരാവിലെ അല്ല, ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. കാരണം ഒരു 8:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുട്ടൻ വെയിലായിരിക്കും. അപ്പോൾ അതിന് മുന്നേ പറ്റുന്നത്രയും ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. വൃത്തിയാക്കാനെന്നല്ല, ഓൾറെഡി ഇത് ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തതാണ് ഒരാഴ്ച മുന്നേ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ചെടിച്ചട്ടിക്കകത്തൊക്കെ ചെറിയ പുല്ലുകളൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയണം. കരിഞ്ഞ ഇലയൊക്കെ മുറിച്ച് കളയണം. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ, അതായത് ജസ്റ്റ് ഒന്ന് ടൈഡി അപ്പ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന്. ഈ ഒരു സൈഡിൽ മാത്രമല്ല കേട്ടോ, 4 സൈഡിലും ചെടികളുണ്ട്. 4 സൈഡിലും മൊത്തം ഇലകളെല്ലാം ഒരുമാതിരി എല്ലാം ക്ഷീണിതാവസ്ഥയിലായിരുന്നു. പിന്നെ മേളിലോട്ട് ടെറസിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനേ തോന്നത്തില്ല, അതൊക്കെ കരിഞ്ഞ് ഒരു കോലമായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഇപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. മാത്രമല്ല, അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതെൻ്റെ കിച്ചണിലും ഞങ്ങളുടെ സ്റ്റെയേഴ്സിലും എല്ലാം ചെടികൾ ബോട്ടിലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ മാറ്റി കൊടുക്കണം. അപ്പം കുറേ പരിപാടികളുണ്ട്. ഈ അടുക്കളയിലൊക്കെ ഇരിക്കുന്ന ഈ ബോട്ടിലിനകത്ത് വെള്ളം എടുത്ത് കളഞ്ഞ് കുപ്പിയൊക്കെ കഴുകി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. കാണുമ്പോൾ എല്ലാവരും പറയും നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ഈ വെള്ളം നിറയ്ക്കുന്നതും ബോട്ടിൽ വൃത്തിയാക്കുന്നതൊക്കെ ഒരു വലിയ പണിയാണ്. അതിനൊക്കെ നല്ലൊരു സമയം എടുക്കും. ഇത് പിന്നെ അകത്തായതുകൊണ്ട് കുഴപ്പമില്ല, മറ്റേത് വെയിലത്ത് നിന്ന് പണിയെടുക്കണം. അങ്ങനെ ഇവിടെയുണ്ട്, സ്റ്റെയേഴ്സിലുണ്ട്. പിന്നെ മേളത്തെ അവിടെ ആ ജനലിൻ്റെ അവിടെയൊക്കെ ചെടിയുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുത്താൽ പോലും പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥ. പിന്നെ മുകളിൽ സിറ്റൗട്ടിലും ചെടികളുണ്ട്, അതും ചെയ്യാനുള്ളത്. പിന്നെ ഇത് ഈ കാണുന്നതുണ്ടല്ലോ, ഇതെനിക്ക് ഡെറിക്കുട്ടനും പൂപ്പിക്കുട്ടനും ഗിഫ്റ്റ് തന്നതാണ്. എന്നുവെച്ചാൽ അതിനകത്തെ ആ കുഞ്ഞു തൈ ഉണ്ടല്ലോ, ആ തൈ ഗ്രാമ്പൂവിൻ്റെ തൈയാണ്. അത് അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവൻ എനിക്ക് എടുത്ത് തന്നതാണ്. അതുപോലെ സ്നേക്ക് പ്ലാന്റും അവൻ തന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഡെറിക്കുട്ടൻ തരുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ പൂപ്പിക്കും എന്തെങ്കിലും തരണം. അതിന് പൂപ്പി പിന്നെ അപ്പുറത്തെ കാട്ടിപ്പോയി ഒരു മണി പ്ലാന്റ് പറിച്ചുകൊണ്ട് തന്നു. അവൻ മണി പ്ലാന്റിന് പറയുന്നത് മണിയാർ പ്ലാന്റർ എന്നാണ്. അപ്പം മണിയാർ പ്ലാന്ററും ഇതുമല്ല ഇനി നട്ടു വെക്കണം. അതും ഈ ദിവസം തന്നെ ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് ടാസ്ക്. പിന്നെ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. ഇത് മൊത്തം അഴുക്കായി മണ്ണും ഇതൊക്കെ വീണിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ ആ മണ്ണ് തെറിക്കും ഹോസ് അടിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ സൈഡെല്ലാം കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വൃത്തിയാക്കിയത്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ ഇല പൊഴിയുന്നതുകൊണ്ട് ഇവിടെ എല്ലാം ഇലകളാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. ഇവിടെ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്, കാരണം പൊക്കത്തിലായതുകൊണ്ട് തൂക്കാൻ വലിയ പാടാണ്. പിന്നെ ഈ സൈഡ് ഒക്കെ ചെയ്യണം. ഇവിടെയൊക്കെ ഇനി ആ ചെടിയൊക്കെ എനിക്ക് പറിച്ച് കളയണം, കാരണം അവിടെ എല്ലാം പിന്നെയും മണ്ണൊക്കെ ഇട്ട് മെറ്റിലൊക്കെ ഇടാൻ പോവാം. അങ്ങനെ ഞാൻ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുല്ലൊക്കെ ചെത്തിക്കളയുമായിരുന്നേ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചെടികളെ സൂക്ഷിക്കാനൊക്കെ തുടങ്ങിയത് ഇത് കുഞ്ഞ് പോകാൻ നേരത്ത് അവൾ പൊന്നുപോലെ നോക്കുന്ന ചെടികളായതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇതിനെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയത് സത്യത്തിൽ. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ചെടികളെയൊക്കെ കാണുന്നത് നമ്മളെപ്പോലെ തന്നെ ഒരു ആളെന്നുള്ള രീതിയിലാണ്. കാരണം ചെടികൾക്കും ജീവനുണ്ട്, അതുങ്ങൾക്കും ദാഹിക്കും, അതുങ്ങൾക്കും വിശക്കും. പക്ഷെ അതൊക്കെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ ചെടി നട്ടു വെച്ചാൽ മാത്രം പോരാ, അതിന് വെള്ളം കൊടുക്കണം. അതും ഇത്രയും വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ആഹാരം കറക്റ്റ് സമയത്ത് കൊടുക്കണം. ഇപ്പോൾ ഉണ്ടല്ലോ, വെള്ളം ഒഴിക്കാൻ താമസിച്ചു പോയാൽ എനിക്ക് തന്നെ മനസ്സിനകത്തൊരു വിഷമം വരും. അയ്യോ, ചെടിക്ക് വെള്ളം കൊടുത്തില്ലല്ലോ എന്ന്. അതാണ് ചെടികൾ നമ്മളെ അത്രയ്ക്ക് സ്വാധീനിക്കുമെന്ന് പറയാനുള്ള കാരണം. ഈ സ്റ്റഡീസൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ സ്ട്രെസ് ഹോർമോൺ ഉണ്ടല്ലോ, കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചെടികൾ നനയ്ക്കുന്നതും ചെടികൾ നടുന്നതും, അതായത് ഈ പ്രകൃതിയുമായിട്ട് നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുമ്പം നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം ഈ ചെടികളുടെ കൂടെയൊക്കെ നമ്മൾ നടക്കുന്നത് അത് ശരിയാണ്. കാരണം എനിക്കും അത് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ചെടികളുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അത്ര നേരത്തേക്ക് മാറ്റി വെക്കും. അതുങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുകയല്ലേ. അപ്പോൾ കുറേ ഗുണങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കാലം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും ഡിപ്രഷന്, സ്ട്രെസ്, ആങ്സൈറ്റി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം വീടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കാതെ ഈ ചെടികളുടെ കൂടെയും മൃഗങ്ങളുടെ കൂടെയും ഒക്കെ നമ്മൾ നടക്കുമ്പോൾ ഉണ്ടല്ലോ,
ഭയങ്കര ഒരു റിലീഫ് കിട്ടും നമുക്ക്. അതങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡെയിലി ഒരു 15 മിനിറ്റ് മൃഗങ്ങളുടെ കൂടോ അല്ലെങ്കിൽ ഇതുപോലെ ചെടികളുടെ കൂടോ ഒക്കെ ഒന്ന് ചിലവഴിച്ച് നോക്കുക. അപ്പം നമുക്കതിൻ്റെ ആ ഒരു ചെടികളിൽ നമ്മളെ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ട്, അതായത് എന്തോരം അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്താ, ഈ ചെടിയൊക്കെ നടുക എന്ന് പറയുമ്പം ഇതെന്താ ഒരു കൈൻഡ് ഓഫ് ഒരു സൈലൻറ്റ് തെറപ്പി എന്നൊക്കെ പറയാം. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ഊർജ്ജം കിട്ടുന്നൊരു സംഭവമാണിത്. അപ്പം അങ്ങനെയൊക്കെയാണ് ചെടി നടുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ കുടുവിനെയും കൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, അവനെ കൊണ്ടുപോയി. പിന്നെ ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇത് ഞങ്ങൾ പണ്ട് ട്രോഫി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ, ഒരു 10-20 വർഷം മുന്നേ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡായിരുന്നു. അത് പിന്നെ അങ്ങ് ട്രോഫി കൂടുതലായപ്പോൾ അതിനകത്ത് വെക്കാൻ പറ്റുന്നത് നമ്മൾ വേറെ ഷെൽഫ് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ വെറുതെ കൊണ്ട് പുറകിലിട്ടേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഈ സോപ്പ് പൊടി അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങൾ പുറകിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനത്തെ സംഭവം. പിന്നെ വൈകിട്ടായപ്പോൾ കുറേ നാൾ കൂടി മഴ പെയ്തു. ഇത് മഴ തുടക്കത്തിലുള്ളതാണേ. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടിപൊളി മഴയായിരുന്നു. രാവിലെ നല്ല വെയിലായിരുന്നു, പക്ഷെ രാത്രിയായപ്പോൾ ഞാൻ എന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും മഴ പെയ്യും. അതെന്തോ ഒരു മാജിക്കാണ്. അപ്പോൾ എന്തായാലും അന്ന് രാത്രി വരെ നല്ല സൂപ്പർ ഇടിയും മിന്നലും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ പിറ്റത്തെ ദിവസത്തെയാണേ. കഴിഞ്ഞ ദിവസത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ, കുറച്ച് പണിയുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം എടുത്തിട്ട മണ്ണൊക്കെ സൈഡിലൊക്കെ ഒന്ന് നികത്തിയിട്ട് പിന്നെ ഈ ഗ്രാവൽ എന്തോ മെറ്റൽ അത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സൈഡിലെല്ലാം ഇട്ടൊന്ന് വൃത്തിയാക്കണമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളെല്ലാം മാറ്റി ഇങ്ങനെ അലങ്കോലപ്പെട്ടൊക്കെ കിടക്കും. ഇതിനും പണി കഴിഞ്ഞിട്ടില്ല. പണിയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇതെല്ലാം ഒന്നുകൂടെ ഞാൻ വൃത്തിയാക്കേണ്ടി വരും. ഞാനും പപ്പായും കൂടെ വൃത്തിയാക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ അലങ്കോലപ്പണികളായിട്ട് കിടപ്പുണ്ട്. പിന്നെ എന്താ, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഈ കാണുന്നതും അന്ന് വൈകിട്ട് ചെടിക്ക് പിറ്റത്തെ ദിവസം മഴ പെയ്തില്ലല്ലോ, അപ്പോൾ പിന്നെ ചെടിക്ക് വെള്ളം നനയ്ക്കണമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു പരിപാടി. അങ്ങനെ വീട്ടിലെ ചെറിയ ചെറിയ അലുകുലുത്ത പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ ലോങ് വീഡിയോസ് കുറവാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാനങ്ങ് വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടോ ലോങ് വീഡിയോ ആയിട്ട് എന്തെങ്കിലും നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ, സി യു.